നമസ്കാരം. ലൈവ് at 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അതിജീവിതയ്ക്കെതിരായി സൈബർ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെയും പ്രതി ചേർത്ത് തിരുവനന്തപുരം സൈബർ പോലീസ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 4ാം ദിവസവും ഒളിവിൽ. രാഹുലിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കുന്നത് കോൺഗ്രസ് എന്ന് CPIM. കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്ന് കോൺഗ്രസ്. ജനതയിലെ ആർക്കെങ്കിലും ഈ സമരത്തിന്റെ അല്ലെങ്കിൽ വഖഫ് അധിനിവേശത്തിന്റെ കീഴിലുള്ള ആർക്കെങ്കിലും ഇത് കിട്ടിയോന്ന് എനിക്കറിയില്ല. നമ്മ നീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിന് അനുകൂലികളായ ഏവരെയും ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തോളൂ. മുനമ്പം സമരവേദിയിൽ നാടകീയ രംഗങ്ങൾ. സമരം അവസാനിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് വേദി വിട്ടിറങ്ങി വിമത വിഭാഗം. പുതിയ വേദിയിൽ സമരം തുടങ്ങി. മുനമ്പം നിവാസികളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കണമെന്ന ആവശ്യം. സമരസമിതി അഭിസംബോധന ചെയ്ത മന്ത്രിമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കുരുക്കായി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ 2022 അനുമതി തേടിയത് ബോർഡെന്ന് തന്ത്രി. അനുമതി നൽകിയത് സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ട് എന്നും കണ്ഠരര് മഹേഷ് മോഹനര്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയം നീട്ടി. ഫോമുകൾ ഡിസംബർ 11 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക 16-ന്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-ന് പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പീഡന ആരോപണത്തിൽ വടകര DYSP ഉമേഷിന് സസ്പെൻഷൻ. നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ. ആത്മഹത്യ ചെയ്ത CI ബിനു തോമസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം. ഡിറ്റ്വ ഇന്ത്യൻ തീരത്തേക്ക്. തമിഴ്നാട്ടിൽ ഒരു മരണം. പുതുച്ചേരിയിലും കനത്ത മഴ. ആന്ധ്രയിലും ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയിലെ ചുഴലിക്കാറ്റ് മരണം 200 കടന്നു. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. റാഞ്ചി ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 350 റൺസ് വിജയലക്ഷ്യം. വിരാട് കോഹ്ലിക്ക് 52ാം ഏകദിന സെഞ്ചുറി. രോഹിത് ശർമ്മയ്ക്കും KL രാഹുലിനും അർദ്ധ സെഞ്ചുറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസിൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെയും പ്രതി ചേർത്തു. 4ാം പ്രതിയാണ് സന്ദീപ്. കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ 1ാം പ്രതിയും അഡ്വക്കേറ്റ് ദീപ ജോസഫ് 2ാം പ്രതിയുമാണ്. ഇവരുടെ അറസ്റ്റും വൈകാതെ ഉണ്ടായേക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, നിലവിൽ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ ഒരു തരത്തിലുമുള്ള വിശദാംശങ്ങളും പുറത്തുവിടരുത് എന്നതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടയിലായിരുന്നു പരാതിക്കാരിയുടെ ചില വിവരങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്ത് ലോകത്തെ അറിയിച്ചത്. അതിൽ എന്തൊക്കെ നടപടികളാണ് പ്രതീക്ഷിക്കേണ്ടത്? ഏത് തരത്തിലുള്ള വകുപ്പുകളായിരിക്കും ചുമത്തപ്പെടാൻ സാധ്യത? എന്താണ് മറ്റു വിവരങ്ങൾ? സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ലൈംഗിക ആരോപണ പരാതിയിൽ ഇരയായ യുവതിയുടെ ഐഡന്റിറ്റി, അവരുടെ മേൽവിലാസം, അവരുടെ ജോലി സ്ഥാപനം, അവരുടെ താമസ സ്ഥലം ഇതടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പരസ്യപ്പെടുത്തുന്ന കുറ്റത്തിനാണ് ഇപ്പോൾ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5 പേരെ പ്രതി ചേർത്തുകൊണ്ട് കേസ് എടുത്തിരിക്കുന്നത്. അതിൽ 4ാം പ്രതിയാണ് KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സന്ദീപ് വാര്യർ. 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. 1ാം പ്രതി പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസിന്റെ നേതാവ് രഞ്ജിത പുളിക്കനാണ്. 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫാണ്. 3ാം പ്രതിയും മറ്റൊരു ദീപ ജോസഫാണ്. ഇങ്ങനെ 5 പേരുടെ പേരുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രാഥമിക നടപടി എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുത്ത് AR ക്യാമ്പിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും സമാനമായ തരത്തിലുള്ള നടപടി ഉണ്ടാകാനാണ് സാധ്യത. അതായത് ഒരു ക്രിമിനൽ ഇന്റിമിഡേഷൻ, കുറ്റകരമായ ഒരു ഗൂഢാലോചന, ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലിലാണ് പോലീസ്. ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വന്നിരുന്നു. കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ചില അംഗങ്ങൾ ഉൾപ്പെട്ട
ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇരയുടെ പേരും മേൽവിലാസവും പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടന്നത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷ് ഓരോ ജില്ലയിലെയും ഉദ്യോഗസ്ഥർക്ക് സൈബർ അധിക്ഷേപം നടത്തുന്നവരെ അടിയന്തരമായി കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനുമുള്ള നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇരയെ സമൂഹമധ്യത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും നടത്തിക്കൊണ്ടിരുന്നുവെന്ന കുറ്റം ആരോപിച്ചാണ് അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച്. അതോടൊപ്പം രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ PR സംഘമുണ്ട്. ആ സംഘത്തിന്റെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ചുകൂടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഈ ഇരയുടെ മേൽവിലാസം പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതെന്ന വിലയിരുത്തലിലാണ് സൈബർ ക്രൈം പോലീസ് ഉള്ളത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇര നൽകിയിരിക്കുന്ന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു വശത്ത് തുടരുന്നതിനിടയിലാണ് ഈ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് യുവതി വീണ്ടും പരാതി നൽകിയത്. ആ പരാതിയിലാണ് സൈബർ ക്രൈം പോലീസ് മറ്റൊരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കേസിലെ മറ്റ് പ്രതികളെയും വൈകാതെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനാണ് സാധ്യത. അതിനുവേണ്ടിയുള്ള പരിശോധന ആരംഭിച്ചതായാണ് വിവരം. തീർച്ചയായും ഈ അതിജീവിതയെ അപമാനിക്കുന്നു, അതിജീവിതയുടെ മറ്റു വിവരങ്ങൾ അടക്കം പുറം ലോകത്തെ അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ഈ പ്രതിസ്ഥാനത്തേക്ക് വന്നവരുടെ ഒരു പട്ടിക പരിശോധിച്ചാൽ അതിൽ രാഹുൽ ഈശ്വറുണ്ട്. രാഹുൽ ഈശ്വർ പലപ്പോഴും ടെലിവിഷൻ ചർച്ചകളിലും മറ്റ് സാമൂഹിക വിഷയങ്ങളിലും ഒക്കെ ഇടപെടുന്ന ആളാണ്. ദീപ ജോസഫ് എന്നത് സുപ്രീം കോടതിയിലെ തന്നെ അഭിഭാഷക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സന്ദീപ് വാര്യരും പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. നേരത്തെ BJP ആയിരുന്നു, ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാണ്. ഇങ്ങനെ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ആളുകൾ കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രതിരോധം ഇനി ഉണ്ടാകുമല്ലോ ഡാൻ. അതായത് തങ്ങൾ പറഞ്ഞതൊന്നും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒന്നല്ല. ഇതിൽ ഈ രാഹുൽ ഈശ്വറൊക്കെ തുടർച്ചയായി പറയുന്നുണ്ട് അതിജീവിതയ്ക്ക് മാത്രം പോരാ, രാഹുൽ മാങ്കൂട്ടത്തിനും നീതി ലഭിക്കേണ്ടതുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അതിനുകൂടിയാണ് ഇവരുടെ പശ്ചാത്തലം പരസ്യമാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഈ മേൽവിലാസം പുറത്തുവിടുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഗൂഢാലോചന നടന്നുവെന്ന് ക്രൈംബ്രാഞ്ചും സൈബർ പോലീസും ഉറപ്പിക്കുന്നത് ഒരു കാരണം കൊണ്ടാണ്. കാരണം ഈ യുവതി പരാതി നൽകുന്ന ദിവസം രാവിലെ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഭീഷണിയുടെ സ്വരമുള്ള ഒരു സന്ദേശം വരുന്നത്. ആ സന്ദേശത്തിൽ എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചിത്രങ്ങൾ സഹിതം പുറത്തുവിടും എന്നായിരുന്നു പരാമർശം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ അത് വ്യാപകമായി സൈബർ ഇടങ്ങളിൽ പ്രചരിക്കപ്പെട്ടു. സ്വാഭാവികമായി നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനുള്ളിൽ ഉള്ളടക്കം എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മലയാളികൾക്ക് സൈബർ ഇടങ്ങളിൽ തെരയുന്ന ഒരു പതിവ് ക്യൂരിയോസിറ്റി ഉണ്ട്. അതങ്ങനെ തിരയുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി യുവതി വൈകുന്നേരം പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുന്നത്. പിന്നെ നടന്നത് സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപവും സൈബർ ആക്രമണവുമാണ്. അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ ഉള്ള വലിയ തരത്തിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രചാരണം നടക്കുന്നതിനിടയിലാണ് രാഹുൽ അനുകൂലികളുടെ ഒരു സൈബർ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇരയെ ഏത് തരത്തിലാണ് അപമാനിക്കേണ്ടത്, അതിൽ എന്ത് പരാമർശങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ചില സ്ക്രീൻഷോട്ടുകൾ ഇതേ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ലീക്കായത്. അത് ലീക്കായി നേരെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കൈവശം എത്തുകയായിരുന്നു. തുടർന്നാണ് ഇന്നലെ വൈകുന്നേരം ADGP H. വെങ്കടേഷ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതിനു പിന്നാലെ രാഹുൽ ഈശ്വർ ഇന്നും 2 പ്രകോപനപരമായ വീഡിയോകൾ അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിലൂടെ എയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇനി നടപടി വൈകിപ്പിച്ചാൽ അത് ഇരയെ കൂടുതൽ മാനസികമായി തളർത്തുന്ന തരത്തിലേക്ക്, അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നീക്കം ഇന്ന് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ. അങ്ങനെയെങ്കിൽ സമാനമായ തരത്തിൽ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചവർക്കെതിരെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഈ പ്രചാരണം നടത്തിയവർക്കെതിരെയും അന്വേഷണമുണ്ടാകും. അതായത്
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തിപരമായി ഉയർന്ന ആക്ഷേപങ്ങളെ രാഷ്ട്രീയമായി ചേർത്തിണക്കി അതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വരുത്താനുള്ള ഒരു ബോധപൂർവമായ നീക്കം ഈ സൈബർ സംഘം നടത്തിയെന്നാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പ്ലാറ്റ്ഫോമുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു അപകടകരമായ സ്ഥിതിയിലാണ് കാര്യങ്ങൾ എന്ന വിലയിരുത്തലിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ അതിനൊരു അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇനി ബാക്കിയാകുന്നത്. 2 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകരമായ അനാസ്ഥയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ ഉണ്ടാകുകയെന്നാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. തലസ്ഥാനത്തെത്തി വക്കാലത്തിൽ ഒപ്പിട്ട് മടങ്ങിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ പാലക്കാട്ട് ഫ്ളാറ്റിൽ പുലർച്ചെയോടെ എത്തി പ്രാഥമിക പരിശോധന നടത്തി. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നത് എന്നാണ് വിവരം. ഇരയ്ക്കെതിരായി സൈബർ ആക്രമണത്തിൽ പോലീസ് നടപടി കടുപ്പിച്ചു. ഓരോ ജില്ലകളിലും കേസെടുക്കാനാണ് ADGP H വെങ്കിടേഷിന്റെ നിർദ്ദേശം. അശാസ്ത്രീയ ഗർഭഛിദ്രം നടത്തിയതിനു ശേഷം യുവതി ചികിത്സ തേടിയ തലസ്ഥാനത്തെ പ്രമുഖ ഡോക്ടറുടെ മൊഴിയും കേസിൽ നിർണായകമാകും. രാഹുൽ പ്രതിയായ ബലാത്സംഗ കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത്. കോൺഗ്രസ് ആണ് രാഹുലിന് ഒളിവിൽ കഴിയാൻ സഹായം ഒരുക്കുന്നത് എന്ന് CPIM ആരോപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന ബുധനാഴ്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തിടുക്കത്തിലുള്ള നടപടികളിലേക്ക് പോകേണ്ടെന്ന നിലപാടിലായിരുന്നു അന്വേഷണ സംഘം. അതേസമയം അതിന് ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. അതായത് 9-ാം തീയതിയും 11-ാം തീയതിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുകയാണ്. അതിനോട് അടുത്ത ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോലീസ് നടപടി ഉണ്ടായാൽ അത് രാഷ്ട്രീയ പ്രേരിതമായ നടപടി എന്ന വ്യാഖ്യാനം ഉണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ തിടുക്കത്തിലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് സൂചന. അതിന്റെ ഭാഗമായാണ് ഇന്ന് പുലർച്ചെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിലടക്കം വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയ വിവരങ്ങൾ അടക്കം ADGP H വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നുണ്ട്. ADGPയുടെ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ ഒരു തിടുക്കത്തിലുള്ള നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ADGP ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് MLA എന്ന ഒരു പ്രിവിലേജ് രാഹുൽ മാങ്കൂട്ടത്തിന് നിലനിൽക്കുന്നതിനാൽ ഏത് തരത്തിലാവണം തുടർ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ രാഹുലിനെതിരെ നിലപാട് കടുപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് അന്വേഷണ സംഘത്തിൻ്റെതെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനമായി മാറിയിരിക്കുന്നത് ഈ യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഗർഭചിത്രം നടത്തിയതിനെ തുടർന്ന് താൻ ജീവൻ നഷ്ടപ്പെടാവുന്ന തരത്തിലേക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അങ്ങനെ രക്തസ്രാവം അനിയന്ത്രിതമായതോടെ തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടിയെന്നായിരുന്നു. ഈ ഡോക്ടറുടെ മൊഴി നിർണായകമാകുമെന്ന കാര്യം ആദ്യം മുതൽ തന്നെ പുറത്തു വന്നതാണ്. അതിനിടയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഡോക്ടറുമായി സംസാരിച്ച് അവരുടെ മൊഴിയെടുത്തിരിക്കുന്നത്. അതിൽ യുവതി മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ അവിടെ ചികിത്സ തേടിയെന്നും യുവതി നേരിട്ടിരുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും ഡോക്ടർമാർ മൊഴി നൽകിയതോടെയാണ് രാഹുലിനെതിരായ കുരുക്ക് മുറുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകർ മുഖേന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾ അടക്കം അതിലെ വിശദാംശങ്ങൾ അടക്കം ചില സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കോടതിയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഈ കേസ് വഴിവെക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനുള്ള ഒരു വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടം വിഷയം പോലെ സമാന സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിയെ കോൺഗ്രസ് ഒളിപ്പിക്കുകയാണ്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം നടന്നു എന്നത് രാഹുൽ തന്നെ സമ്മതിച്ചിരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തന്നെ വൈരുദ്ധ്യ നിലപാടാണുള്ളത്. രാഹുലിനെ സംരക്ഷിക്കാൻ ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ഇപ്പോൾ അദ്ദേഹം തന്നെ എഫിഡവിറ്റ് കൊടുത്തപ്പോൾ ഉഭയകക്ഷി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി ലൈംഗിക ബന്ധം ഉണ്ടാക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന് ഇങ്ങോട്ട് ചോദിക്കുക നമ്മളോട്. അതാണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ പിന്നെ വ്യക്തമായിട്ട് അവർ തന്നെ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അബോർഷൻ്റെ പ്രശ്നം മാത്രമേ പിന്നെ ബാക്കിയുള്ളൂ.
എന്ന് പറഞ്ഞാൽ ഇവരെ സഹായിക്കാനുള്ള ഒരു വലിയ ശൃംഖല തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. അത് അവർ ചിലപ്പോൾ അതിൻ്റെ പ്രമുഖ നേതാക്കന്മാർക്ക് പോലും എതിരായിട്ടാണ് ആ വിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജീർണതയാണ്, കോൺഗ്രസിൻ്റെ ഒരു ജീർണതയാണ് പുറത്തു വന്നിട്ടുള്ളത്. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് രണ്ടഭിപ്രായമില്ലെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായ അന്തരീക്ഷമാണ് എന്നും രാഹുൽ കേസ് ബാധിക്കില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇല്ല രണ്ടഭിപ്രായമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനൊരു വ്യത്യാസവും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചോദ്യങ്ങൾക്ക് നേരെ ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്നത് CPIM ഹാൻഡിലുകളിൽ നിന്നാണ് എന്നും മാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയാണ് എന്നും സതീശൻ പറഞ്ഞു. ഞാൻ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 4-5 പേര് വന്നിട്ട് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ ആദ്യം പോയിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചെയ്യും. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പറ്റട്ടെ. പത്രസമ്മേളനം നടത്തൂല, മീഡിയയെ കാണൂല, കണ്ട 50 മിനിറ്റ് മറ്റേ റേഡിയോയാണ്. ഇങ്ങോട്ട് പറഞ്ഞ കേൾക്കണം. എന്നിട്ടൊരു 4 ചോദ്യം സ്പോൺസേഡ് ചോദ്യം ചോദിച്ചു പോകും. ഞങ്ങളുടെ പത്രസമ്മേളനങ്ങൾ വന്ന് മനഃപൂർവ്വമായി ദേശാഭിമാനി കൈരളി ആളുകൾ വന്ന് നമ്മൾ മറുപടി പറഞ്ഞ ചോദ്യം 5-10 പ്രാവശ്യം ചോദിച്ചു. ഇത് ചായക്കടയിലെ ചർച്ചയല്ല, ഇത് കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന മീറ്റ് ദ പ്രസ് ആണ്. അത് മനസ്സിലാക്കി ചോദിച്ചാൽ നന്നാണ്. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി തരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരു പരിപാടിയിലും കയറ്റരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് K മുരളീധരൻ. ഒളിവിൽ പോയവരെ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. സസ്പെൻഷൻ പുറത്താക്കലിന് തുല്യമാണ്. കോൺഗ്രസ് രാഹുൽ അധ്യായം അടച്ച് എന്നും K മുരളീധരൻ പറഞ്ഞു. രാഹുൽ രാജിവെക്കണോ വേണ്ടയോ എന്നതിൽ കോടതി നടപടികൾക്കനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. രാഹുലിനെ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇടതുപക്ഷം രാഷ്ട്രീയമായി നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസ് നടപടിയെടുത്ത വിഷയത്തിൽ ഘടകകക്ഷികൾക്ക് കൂടുതൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നും ഇതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാഹുലിന് ഒളിച്ചു പാർക്കാൻ അവസരമൊരുക്കിയിരിക്കുന്നത് KPCC ആണ് എന്ന് മന്ത്രി V ശിവൻകുട്ടി. കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും ഉണ്ടാകാൻ പോകുന്നത്. അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്താക്കുന്ന രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും V ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം 2022 ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി തേടിയത് ബോർഡാണ്. അതിൽ അനുമതി നൽകുക മാത്രമാണ് ചെയ്തത് എന്നാണ് മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ട് എന്നും കണ്ഠരര് മഹേഷ് മോഹനര് മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റിലായ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തന്ത്രി കുടുംബത്തിലെ പ്രധാനികളായ മഹേഷ് മോഹനരെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം പരിചയപ്പെടുത്തിയത് തന്ത്രികളാണ് എന്നായിരുന്നു പത്മകുമാറിന്റെ അടക്കം മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എങ്ങനെയാണ്, അവരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കിയത്. ഗോവർദ്ധനുമായി ബന്ധപ്പെട്ടുള്ള ബന്ധവും അന്വേഷണ സംഘം മനസ്സിലാക്കിയെന്നാണ് ചോദ്യം ചെയ്യലിലൂടെ അറിയാൻ കഴിയുന്നത്. ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നായിരുന്നു ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണം, വേർതിരിച്ചെടുത്ത സ്വർണം തൊണ്ടി മുതലായി ഇവിടെ നിന്നും കണ്ടെടുത്തിരുന്നു. ഈ ജ്വല്ലറിയിലടക്കം ഈ തന്ത്രി കുടുംബത്തിലെ മഹേഷ് മോഹനർ ഈ ഒരു പൂജയുമായി ബന്ധപ്പെട്ടടക്കം എത്തിയിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർന്ന് ഈ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലായിരുന്നു പിന്നീട് ഈ ഇത്തരത്തിലുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു ഗൂഢാലോചനയിലോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലെന്നായിരുന്നു മഹേഷ് മോഹനരുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയ മൊഴി. ഇതിൽ സുപ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2022 സ്വർണ്ണപ്പാളിയും ഈ വാതിൽപ്പടിയിലെ സ്വർണ്ണപ്പാളി അടക്കം അഴിച്ച് ഈ സ്വർണം പൂശാനായി നൽകണമെന്ന ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ്, അതായത് അതിന് അനുമതി നൽകുക എന്ന് മാത്രമാണ് താൻ ചെയ്തതെന്നും ഇതിൻ്റെ പിന്നിലെ മറ്റു കാര്യങ്ങളെപ്പറ്റി വലിയ ധാരണയില്ല എന്നുമാണ് ഈ തന്ത്രി മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ വെച്ച് തന്നെ ഈ ഒരു പ്രവർത്തികൾ ചെയ്യാനായിരുന്നു തന്ത്രി അടക്കം അനുമതി നൽകിയത്. പക്ഷേ പുറമേക്ക് കൊണ്ടുപോയതിൽ
ഇതിൽ തനിക്ക് പങ്കില്ല എന്നാണ് മഹേഷ് മോഹൻ അടക്കം ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. ഇത് വീണ്ടും പത്മകുമാറിൽ നിന്നും തന്ത്രിയിലേക്ക് എത്തിയ അന്വേഷണം വീണ്ടും ദേവസ്വം ബോർഡിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഗോവർദ്ധനുമായും കൽപേഷുമായും ഒക്കെ വ്യക്തിബന്ധങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിബന്ധങ്ങൾ മാത്രമെന്നാണ് ഇപ്പോൾ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് ബന്ധങ്ങളുണ്ടോ എന്നടക്കം, സാമ്പത്തിക ബന്ധമോ സാമ്പത്തിക ഇടപാടുകളും മറ്റും നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി മാത്രമായിരിക്കും ഈ ഒരു തന്ത്രി കുടുംബം അല്ലെങ്കിൽ തന്ത്രികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതയോ ഗൂഢാലോചനയിൽ അവർ പങ്കാളികളായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. അന്വേഷണ സംഘം ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അന്വേഷണം അതിന്റെ സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അന്താരാഷ്ട്ര ബന്ധമടക്കം ഈ ഒരു ഹൈക്കോടതി സംശയിക്കുന്നു എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ സംസ്ഥാന ബന്ധമടക്കം പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായി ഇതിൽ കൂടുതൽ കണ്ണികളുണ്ടോ, ഇതിൽ കൂടുതൽ ഉന്നതരോ, ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പ്രമുഖരാരൊക്കെയാണെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ്. അതിലേക്ക് അന്വേഷണ സംഘം അടുക്കുന്നു എന്ന ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലും തുടർന്നുള്ള മറ്റ് നടപടിക്രമങ്ങളും. മുനമ്പം സമരരംഗത്ത് നാടകീയ രംഗങ്ങൾ. സമരപരിപാടികൾ മുനമ്പം ഭൂസംരക്ഷണ സമിതി അവസാനിപ്പിച്ചുവെങ്കിലും അപ്രതീക്ഷിതമായി മറ്റൊരു വിഭാഗം ആളുകൾ സമരം ആരംഭിച്ചു. മുഴുവൻ ആവശ്യങ്ങളിലും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മറ്റൊരു സമരപ്പന്തലിൽ ഒരു വിഭാഗം പേർ സമരം ആരംഭിച്ചത്. BJP പിന്തുണയോടെയാണ് സമരമെന്ന ആക്ഷേപവും ഒരു വശത്തുയരുന്നുണ്ട്. മുനമ്പത്തെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനത നടത്തിയിരുന്ന സമരം ഇന്ന് സമാപിക്കുകയാണ്. 414 ദിവസമാണ് മുനമ്പം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അങ്കണത്തിൽ നിരാഹാര സമരം തുടർന്നു വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതേസമയം ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകാം, അതായത് കരം ഒടുക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അത് പുനഃസ്ഥാപിച്ചിരിക്കുന്ന സാഹചര്യം വന്നപ്പോഴേക്കും സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയായിരുന്നു മുനമ്പം സംരക്ഷണ സമിതി. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമമന്ത്രി P. രാജീവിന്റെയും റവന്യൂ മന്ത്രി K. രാജന്റെയും സാന്നിധ്യത്തിൽ മുനമ്പം സംരക്ഷണ സമിതി നിരാഹാരം തുടർന്നു വന്നിരുന്ന ആളുകൾ സമരം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നീതിക്ക് വേണ്ടി ഉള്ളൊരു സമരം, ആ സമരം ഇന്നിവിടെ അവസാനിക്കുമ്പോൾ ഇനിയും തുടർന്ന് നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് കാണിച്ച് യാതൊരു സംശയമില്ല. നമ്മൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന, വിഷമിക്കുന്ന 1-2 ദിവസമല്ല, വർഷങ്ങളായി നമ്മളെ ഈ പ്രദേശത്ത് അനുഭവിക്കുന്ന ആ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ മുമ്പോട്ട് വന്ന എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഈ സമരം നമ്മുടെ ആ ജീവിതത്തിൽ പുതിയ വെളിച്ചമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതേസമയം മുനമ്പത്തെ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകിയിരിക്കുന്ന വിധി താൽക്കാലികമാണെങ്കിലും താൽക്കാലികമായും പൂർണ്ണമല്ലാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഒരു വിഭാഗം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ സമരം തുടർന്ന് വന്നിരുന്ന വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അങ്കണത്തിലാണെങ്കിൽ ഈ വിഭാഗം മറുഭാഗത്തേക്ക് മാറി മറ്റൊരു പന്തലിൽ സമരം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു വിഭാഗം തന്നെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ പുനഃസ്ഥാപിച്ചു നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വേദി വിട്ടിട്ടുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നതും അങ്ങനെയാണ്. ടാക്സ് അടക്കല് റവന്യൂ അവകാശത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പുനഃസ്ഥാപനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുനമ്പം ജനതയിലെ ആർക്കെങ്കിലും ഈ സമരത്തിന്റെ അല്ലെങ്കിൽ വഖഫ് അധിനിവേശത്തിന്റെ കീഴിലുള്ള ആർക്കെങ്കിലും ഇത് കിട്ടിയോന്ന് എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ സമരം വീണ്ടും ഇവിടെ തുടരുന്നത്. അതേസമയം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത് സർക്കാരല്ല ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്, കോടതിയാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് നിയമമന്ത്രിയും റവന്യൂ മന്ത്രിയും. ആ ഘട്ടത്തിലെല്ലാം ഞങ്ങൾ പറഞ്ഞു ഇതിനകത്തൊരു രാഷ്ട്രീയ നേട്ടം, രാഷ്ട്രീയ താല്പര്യം വെച്ച് ഒരു കാര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നില്ല. ഒരു കാര്യം ഗവൺമെന്റ് വ്യക്തമാക്കുന്നുണ്ട്, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ അവകാശമുണ്ട്. ആ നിയമപരമായ അവകാശം നിയമപരമായി ഉറപ്പുവരുത്താൻ സാധ്യമാകുന്ന എല്ലാ നടപടിയും സർക്കാർ സ്വീകരിക്കും. ഒരു ദിവസത്തെ കയ്യടിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമോ 5 മിനിറ്റിന്റെ ഇൻസ്റ്റാന്റ് പരിഹാരമല്ല ഞങ്ങളുടെ കയ്യിലുള്ളത്. സർക്കാർ എന്ന നിലയിൽ ശാശ്വതമായ പരിഹാരം തന്നെ കഴിയും. മുനമ്പത്ത് അവകാശപ്പെട്ട, അർഹതപ്പെട്ട
ഒരു മനുഷ്യനെയും ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടുക എന്ന നിലപാട് സർക്കാരിനില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളോടൊപ്പമാണ് സർക്കാർ എന്ന നിലപാടിൽ അന്നും ഇന്നും മാറ്റമില്ല എന്നുള്ളത് തന്നെ വളരെ ആധികാരികമായി ഇപ്പോഴും പറയാൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇക്കാര്യങ്ങളില്ല. അതേസമയം 1950 സിദ്ദിഖ് സേട്ട് ഫാറൂഖ് കോളേജിന് എഴുതി നൽകിയ ഡീഡ് അനുസരിച്ചിട്ട് മുൻപത്തെ ഭൂമി എഡ്യൂക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കണം, ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ തന്നിലേക്കോ തന്റെ അനന്തരാവകാശികളിലേക്കോ ആ ഭൂമി തിരികെ എത്തും എന്നുള്ള കാര്യമായിരുന്നു ഈ ഡീഡിൽ എഴുതി വെച്ചിരുന്നത്. അങ്ങനെയായിരുന്നു. ആ കാര്യം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് 3 ആഴ്ച മുൻപ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുൻപത്തെ ഭൂമി വഖഫിന്റേതല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഉത്തരവ് ഇറക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ്. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയുടെയും സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ ഹർജിയുടെയും അടിസ്ഥാനത്തിൽ ഈ ഹൈക്കോടതി മുൻപത്തെ ആളുകൾക്ക് താൽക്കാലികമായി അവരുടെ കരം ഒടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്, അത്തരത്തിലുള്ള വിധിയിലേക്ക് വരുന്നതും. ഏതാണ്ട് 250-ലധികം ആളുകൾ ഇതിനകം കരം ഒടുക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അന്ന് തന്നെ അതിനുള്ള പ്രൊസീജിയർ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യവുമാണ് വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ പൂർണ്ണമായും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകണം, അതല്ലെങ്കിൽ അത് താൽക്കാലികമായി മാത്രമുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു. മാത്രമല്ല സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് വഖഫ് സംരക്ഷണ സമിതി നൽകിയിരിക്കുന്ന പരാതി. സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. മുൻപത്തെ ഭൂമിയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും അന്തിമ വിധി വരാനുണ്ട്. ഈ അന്തിമ വിധി വരുന്നത് വരെ ഇത്തരത്തിൽ പോകട്ടെ എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ അന്തിമ വിധി വരുമ്പോഴും മുൻപത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് വഖഫ് സംരക്ഷണ സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഹർജിയും ബാക്കി നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, വഖഫ് അമെൻമെന്റ് ആക്ട് പ്രകാരം ഈ ഭേദഗതി വന്നതിന് ശേഷം മുൻകാല പ്രാബല്യത്തോടെ ഭേദഗതി ഉണ്ടാകില്ല എന്നൊരു കാര്യവും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ അമെൻമെന്റ് വന്നാലും ഇത് കോടതി വിധി തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അത്തരത്തിലൊരു പ്രതികരണം കൂടി നടത്തിയതും അന്ന് ഇവിടുത്തെ ആളുകളെ ആശങ്കയാഴ്ത്തിയിരുന്നൊരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും. കോടതിയുടെ ഭാഗത്തു നിന്നും അതിൽ വ്യക്തത വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ 414 ദിവസത്തിനു ശേഷം മുൻപത്തെ ആളുകൾ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്ര കാലമുണ്ടായിരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നത്. വടകര ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ. അനാശാസ്യ കേസിലെ പ്രതിയായ യുവതിയെ പീഡിപ്പിച്ചു എന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ചെർപ്പുളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉമേഷിനെതിരെ പരാമർശമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ചെർപ്പുളശ്ശേരി SHO ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വടകര ഡിവൈഎസ്പിയായ A ഉമേഷിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. DGP ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അനാശാസ്യവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന് അറസ്റ്റിലായ യുവതിയെ ഡിവൈഎസ്പി A ഉമേഷ് പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം പോരുന്നത്. 2015 ഈ ആരോപണത്തിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. അന്ന് വടക്കാഞ്ചേരി CI ആയിരുന്നു A ഉമേഷ്. ആ സ്റ്റേഷനിലെ തന്നെ SI ആയിരുന്നു ബിനു തോമസ്. ഇരുവരും ചേർന്നാണ് അനാശാസ്യ കേന്ദ്രത്തിൽ പരിശോധന നടത്തുകയും യുവതി അടക്കമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് പിന്നീട് ഈ കേസ് ഒതുക്കി തീർക്കാൻ 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുകയും തന്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്ന് യുവതിയോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതേ തുടർന്ന് യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ആദ്യ ഘട്ടങ്ങളിൽ ഉമേഷ് ആയിരുന്നു ഈ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. പിന്നീട് ബിനു തോമസും ലൈംഗികമായി ഈ യുവതിയെ ഉപദ്രവിച്ചു എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതിനുശേഷം പിന്നീട് കുടുംബ ബന്ധത്തിലടക്കം വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യം ബിനു തോമസിൽ ഉണ്ടായി. ഇതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ACP ആയി കോഴിക്കോടൊക്കെ ചെലവഴിച്ചിരുന്ന ഉമേഷ് ഇക്കാര്യങ്ങൾ പറഞ്ഞ്, അതായത് ഈ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ബിനു തോമസിനെ മാനസികമായി തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നും ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിച്ചിരുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് പാലക്കാട് നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞിരുന്നു. ഈ യുവതി ഇത്തരത്തിൽ ബിനു തോമസിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ ക്രൈംബ്രാഞ്ച്
ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് DGP ഉമേഷിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു, ഒപ്പം ധാർമ്മികമല്ലാത്ത രീതിയിൽ പെരുമാറി ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിവാദത്തിന് പിന്നാലെ വടകരയുടെ ഡിവൈഎസ്പി ആയിരുന്ന ഉമേഷ് ഇന്നലെ ചികിത്സ തേടിയിരുന്നു. ചികിത്സയിൽ ചില പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവധിയിൽ പോകുന്നുവെന്നറിയിച്ച് അവധിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം CIയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശങ്ങളുമുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ ഉമേഷിനെതിരെ കേസെടുക്കും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്ന് തന്നെയാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഈ ലൈംഗിക പീഡനം, കൈക്കൂലി വാങ്ങൽ എന്നിവ അടക്കമുള്ള വകുപ്പ് പ്രകാരം ഉമേഷിനെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവൻ 95,200 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,845, പവൻ 72,760. വെള്ളി ഗ്രാം 183, കിലോ 1,83,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.